السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തുപോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു. നാഥൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങേയറ്റം ബഹുമാനം കൽപ്പിച്ച ആദരിച്ച പുണ്യ കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമാത്രം ബഹുമാനിച്ചതും ആദരിച്ചതുമായ ഒരു ഗേഹം വേറെ ഇല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹു ബഹുമാനിച്ചതും അവന്റെ മസ്ജിദുകളെയാണ്, പള്ളികളെയാണ്. മസ്ജിദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണ്. ആരാധനാലയങ്ങൾക്ക്, പള്ളികൾക്ക് അതിലും മികച്ച ഒരു പേര് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ലോകത്ത് വെച്ച് മനുഷ്യൻ ചെയ്യുന്ന അവന്റെ ആരാധനകളിൽ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. മുഅ്മിനായ മനുഷ്യന്റെ ഓരോ അമലുകളും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യമുണ്ട്. അത് സ്വന്തം കുടുംബത്തിന്റെ മേൽ ചിലവഴിക്കുന്നതാണെങ്കിൽ വരെയും അതിൽ നല്ല നെയ്യത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ അതൊരു ആരാധനയാണ്. പാവങ്ങളെ സഹായിക്കൽ ഒരു ആരാധനയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി. അവസാന പ്രവാചകൻ പറഞ്ഞത്, നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കടന്നോ ഒരു മുള്ള് കടന്നോ അതെടുത്ത് കളയുന്നത് വരെയും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനയാണ്. അത് അവനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ളതാണ്. ആ നിലയ്ക്ക് മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്നത് മുഴുവനും ആരാധനയാണ്. ഈ ആരാധനകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്നുള്ളത് അത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം നിർവഹിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ പേര്, ആ മസ്ജിദ് എന്ന പേര് നാമകരണം ചെയ്തപ്പോൾ അതിന് ഏറ്റവും ആപ്തമായ ഒരു പേര് തന്നെയാണ് പള്ളികൾക്ക് മസ്ജിദ് എന്നുള്ളത്, സുജൂദ് ചെയ്യുന്ന ഇടം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ മസ്ജിദുകളെ സംബന്ധിച്ച് അല്ലാഹു തആല ധാരാളമായി മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരു പേരിലൂടെ ഈ മസ്ജിദുകളെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാ ബൈത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വീടാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണെങ്കിൽ മറ്റൊരു പേരിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് അതാ ബൈത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വീടാണ്. ഖുർആൻ നമുക്ക് പരിശോധിച്ചാൽ ധാരാളം നമുക്കറിയാൻ സാധിക്കും. ബൈത്തുല്ലാഹ് ഇത് അല്ലാഹുവിന്റെ വീടാണ്. അല്ലാഹുവിനോട് ചേർത്ത് ഈ പള്ളികളെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മഹത്വമാണ് ഈ പള്ളിക്ക് അല്ലാഹു നൽകിയത് എന്നൊന്ന് മനസ്സിലാക്കണേ. നോക്കൂ നിങ്ങള്, പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച്, കലാമുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ കലാമ് അത് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇങ്ങനെ നിരവധി സംഗതികൾ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മഹത്വം വലുതാണ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന്റെ മഹത്വം വലുതാണ്. മുഅ്മിനീങ്ങളായ മനുഷ്യർ, മുഅ്മിനീങ്ങൾ ഈ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയുന്നു, في بيوت, ഈ വീടുകളാവുന്നത്, ഈ പള്ളികളാവുന്നത്, അതിനല്ലാഹ്, നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, അൻ തുർഫഅ, ഈ വീടിനെ നിങ്ങൾ പണിയണേ. ഈ
ഭവനത്തെ നിങ്ങൾ പണിയണേ. എന്തിനു വേണ്ടിയാ? അല്ലാഹു തആല പറയുന്നു, വയുദ്കറ ഫീഹ ഇസ്മുഹു, അതിൽ അല്ലാഹുവിന്റെ പേരുകൾ ഉച്ചരിക്കണം, അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കണം. യുസബ്ബിഹു ലഹു, അതിൽ അല്ലാഹുവിനോടുള്ള തസ്ബീഹുകൾ ഉയരണം. ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, ഈ അല്ലാഹുവിന്റെ പേരുകളും അല്ലാഹുവിന്റെ തഹ്മീദുകളും അല്ലാഹുവിന്റെ തസ്ബീഹുകളുമാണ് പരിശുദ്ധമായ പള്ളികളിൽ നിന്ന് ഉയരേണ്ടത്. അത് അല്ലാഹുവിന് കേൾക്കണം. ഇത് അല്ലാഹുവിന്റെ ഭവനാണ്, അല്ലാഹുവിന്റെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് ഉയരേണ്ടത് അല്ലാഹുവിന്റെ പേരുകൾ ഉയരണം. ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കുലികളിലൂടെ നിങ്ങളെ അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ കൽപ്പനയാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്, നബിയേ, ഈ വീട് ഉണരേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? അത് എന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം. യുസബ്ബിഹു ലഹു, എന്റെ തസ്ബീഹുകളും എന്റെ തഹ്മീദുകളും ഈ പള്ളിയിൽ നിന്ന്, ഈ മസ്ജിദുകളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് താബിഈ പ്രമുഖനായ അംറു ഇബ്നു മൈമൂൻ എന്നവർ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബാക്കൾ പറയുകയാണ്, അദ്റകതു അസ്ഹാബ റസൂലില്ലാഹ്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ പറയുന്നു, വഹും യഖൂലൂന, അവർ പറയുകയാ, അൽ മസാജിദു ബുയൂത്തില്ലാഹ്, പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഭവനമാണ്, അത് അല്ലാഹുവിന്റെ ഗേഹമാണ്, അത് അല്ലാഹുവിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഒരു ബാധ്യതയുണ്ട്. വെറുതെ പള്ളിയാക്കിയിട്ട് അല്ലാഹ് വെറുതെ ഇരിക്കുകയല്ല. എന്നിട്ടോ ഈ മഹാനവറുകൾ പറയുന്നു, വഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയുണ്ട്. അയ്യുക്രിമ മൻ സാറഹു ഫീഹാ, ഈ പള്ളിയെ ആരാണോ ബഹുമാനിക്കുന്നത്, ഈ പള്ളിയെ ആരാണോ ആദരിക്കുന്നത്, മൻ സാറഹു ഫീഹാ, ഈ പള്ളിയിൽ സന്ദർശനം നടത്തുന്നവരാരാണോ, ഈ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരുന്നവരാരാണോ, ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരാരാണോ, ഈ പള്ളിക്ക് വേണ്ടി അവന്റെ സ്വത്ത് മുതലുകൾ നൽകുന്നവരാരാണോ, മൻസാറഹു ഫീഹാ, അല്ലാഹു തആല പറയുകയാണ്, ഹഖ്ഖുൻ അലല്ലാഹി അയ്യുക്രിമ, ഈ പള്ളിയെ സന്ദർശിക്കുന്നവനും ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവനെയും അല്ലാഹു തആല ബഹുമാനിക്കും. അത് അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ് എന്ന് മഹാനായ അംറു ഇബ്നു മൈമൂൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇത് ആരാണ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ. കാരണം അൽ മസാജിദു ബുയൂത്തില്ലാഹ്, ഈ പള്ളികൾ, മസ്ജിദുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനമാണ്. അള്ളാന്റെ ഭവനത്തെ സഹായിക്കുന്നവരാണ്, അള്ളാന്റെ ഭവനത്തെ ആദരിക്കുന്നവരാണ്, ഒരു ദിവസമെങ്കിലും ഈ പള്ളിയെ സന്ദർശിക്കുന്നവരാണ്. അവരെ അല്ലാഹു തആല ആദരിക്കുകയാണ്, അവരെ അല്ലാഹു ബഹുമാനിക്കുകയാണ്. കാരണം അള്ളാന്റെ മസ്ജിദിനെ ആദരിച്ചു, ബഹുമാനിച്ചു. ആ ബഹുമാനം അല്ലാഹു തആല തിരിച്ചു നൽകുകയാണ്. നോക്കൂ നിങ്ങള്, ഈ മസ്ജിദുകളെ ആദരിക്കുന്നത്, മസ്ജിദുകളെ ബഹുമാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്ജിദുകളെ പരിപാലിക്കുന്നതാ. പള്ളിയിലെ ഖത്തീബായിരിക്കലോ അല്ലെങ്കിൽ മുഅദ്ദിനായിരിക്കലോ ഒന്നുമല്ല. പള്ളിയെ ആദരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പള്ളിയെ പരിപാലിക്കലാണ്, പള്ളിയെ പരിപാലനം നടത്തുക. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ഇനിയിപ്പോ ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല, കാരണം ഞങ്ങൾ പള്ളീനെ പരിപാലിക്കണില്ലോ. പള്ളി പരിപാലനം നമ്മൾ കമ്മിറ്റിയൊക്കെ എടുത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ചു കിട്ടും, അപ്പൊ ഞങ്ങളൊക്കെ ഔട്ടായി എന്ന് വിചാരിക്കും. അല്ല,
മഹാന്മാർ പറയുന്നു പള്ളിയെ പരിപാലിക്കേണ്ടത് രണ്ട് വിധത്തിലാണ്. രണ്ട് വിധത്തിലാണ് പള്ളിയെ പരിപാലിക്കേണ്ടത്. മഹാന്മാർ പറയുന്നു, ഒന്ന്, പള്ളിയെ ബാഹ്യമായ നിലക്ക് പരിപാലിക്കണം. രണ്ട്, ആത്മീയമായ നിലക്ക് പള്ളിയെ പരിപാലിക്കണം. രണ്ട് വിധത്തിൽ പള്ളിയെ പരിപാലിക്കണം. അതിൽ ഒന്ന്, ബാഹ്യമായ നിലക്ക് പള്ളിയെ പരിപാലിക്കണം. എങ്ങനെയാ ബാഹ്യമായ നിലക്ക് പള്ളിയെ പരിപാലിക്കുക? പള്ളി പണിയുക, പള്ളിയുടെ കേടുപാടുകൾ മാറ്റുക, ആവശ്യമായാൽ പുതുക്കി പണിയുക, പള്ളികൾക്ക് വേണ്ടി മസ്ജിദുകൾക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്യുക. അങ്ങനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊരു ബാഹ്യമായ ഇടപെടലാണ് പള്ളിയെ പരിപാലിക്കേണ്ടത്. എന്നാൽ മഹാരഥന്മാരായ ആളുകൾ നമ്മളോട് പറയുന്നു, രണ്ടാമത്തെ പള്ളി പരിപാലനം എങ്ങനെയാണെന്ന് അറിയുമോ? അത് ആരാധനകൾ കൊണ്ട് പള്ളിയെ സമ്പുഷ്ടമാക്കലാണ്. അതാണ് ശരിക്കും വേണ്ടത്. പള്ളി വലിയ മോടിയൊക്കെ പിടിപ്പിച്ച് 2 കോടി 3 കോടി രൂപയൊക്കെ കൊടുത്ത് പള്ളി പണിതിടലല്ല. ഈ പള്ളിയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം മുഅ്മിനീങ്ങൾക്കുള്ളതാ. പള്ളിയെ പരിപാലിക്കണം. അത് കമ്മിറ്റി ആവുക, സെക്രട്ടറി ആവുക, പ്രസിഡന്റ് ആവുക അല്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. കാരണം പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാഹ്യമായ നിലക്കുള്ള പരിപാലനം മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. വ്യക്തികൾ എന്ന നിലയ്ക്ക് ഓരോ ആളുകളും അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. കാരണം എന്ത്? അതിന്റെ ആത്മീയമായ പരിപാലനം നിങ്ങളുടെ കൈകളിലാണ്. ആരാധന കൊണ്ട് പള്ളിയെ പരിപാലിക്കണം. പള്ളിയിൽ നമസ്കരിക്കണം, പള്ളിയിൽ ഖുർആൻ ഓതണം, പള്ളിയിൽ ദിക്ർ ചൊല്ലണം, പള്ളിയിൽ ദർസ് നടത്തണം, പള്ളിയിൽ ഇൽമുകൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാ, മുഅ്മിനീങ്ങളാണെന്ന് മഹാരഥന്മാരായ ആളുകൾ നമ്മളോട് പറയുന്നു. എത്ര പേര് നമ്മുടെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്? 5 വഖത്ത് നമസ്കരിക്കാൻ വരുന്നവർ തന്നെ എത്ര പേര് നമ്മുടെ അതല്ലാതെ മറ്റൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ട്? പള്ളിയിൽ നിന്ന് നമസ്കാരം നിങ്ങൾ സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകും. അള്ളാഹുവിനെ ഒന്ന് സ്തുതിക്കാനോ അള്ളാഹുവിനെ ഒന്ന് ഹംദ് പറയാനോ നമുക്ക് സമയമില്ല. നോക്കൂ, നിങ്ങൾ ആ അലമാരകളിൽ ഇരിക്കുന്ന ഓരോ ഖുർആനും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓരോ വഖത്ത് 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും ആ ഖുർആനുകൾ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നെ ആരെങ്കിലും മുന്നെടുത്ത് ഓടുമായിരിക്കും. ഓരോ ആളുകളും നമസ്കാരം കഴിഞ്ഞ് തൊപ്പി പറിച്ച് ആ കൊട്ടയിലിട്ട് പോകുമ്പോൾ ആ ഖുർആനുകൾ നിരാശപ്പെട്ടു പോകും. ഞാൻ അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് ആരെങ്കിലും ഖുർആൻ കൊടുക്കാമെന്ന് എന്റെ അടുത്ത് ഞാൻ പറയുന്നത് പള്ളിയിലേക്കൊന്നും കൊടുക്കണ്ട, ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഓർമ്മയില്ല, വിത്തിന വാങ്ങിച്ചു കൊടുത്തവരും അതിന്റെ ശാപം കിട്ടും. പള്ളിയിൽ വരുന്നവർക്കും നമ്മളായിട്ടൊരു ശാപം കൊടുക്കാൻ വേണ്ടി ഖുർആൻ വേണ്ടത് വാങ്ങിച്ചു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന്റെ മസ്ജിദുകൾ അതിനെ പരിപാലിക്കേണ്ടത് മുഅ്മിനീങ്ങളാണ്. ബാഹ്യമായ നിലയ്ക്ക് പള്ളിയെ പരിപാലിക്കണം, ആത്മീയമായ നിലയ്ക്ക് പള്ളിയെ പരിപാലിക്കണം. അത് മുഅ്മിനീങ്ങളുടെ കടമയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുഖ്സു ഫി മസ്ജിദി ബഅദ സ്വലാത്ത്. 3-4 ആളുകളെ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയാണ്, അൽ മുഖ്സു ഫിൽ മസ്ജിദി ബഅദ സ്വലാത്ത്. നമസ്കാര ശേഷം പള്ളിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ. നമസ്കാരം കഴിഞ്ഞു, കുറച്ച് ദിക്റൊക്കെ ചൊല്ലി, സ്വലാത്തൊക്കെ ചൊല്ലി, പള്ളി ഇനി ദിക്ർ സ്വലാത്തൊന്നും ചൊല്ലിയില്ല, വെറുതെ പള്ളിയിൽ 5 മിനിറ്റ് ഇരുന്നു. നമസ്കാരത്തിന് വേണ്ടിയിട്ടല്ല, വെറുതെ ഇരുന്നു. ആ ഒരു വ്യക്തി വൽ മശിയു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്തി. പള്ളിയിലേക്ക് നടന്നു വരുന്ന മറ്റൊരു വ്യക്തി, രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് വഇസ്ബാഹുൽ വുദൂഇ ഫിൽ മകാരിഹി. വുദൂ എടുക്കാൻ പ്രയാസമുള്ള സമയത്ത്, ബുദ്ധിമുട്ടുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് വുദൂഇനെ പരിപൂർണമായി എടുക്കുന്ന വ്യക്തി. 3 ആളുകൾ. പ്രവാചകൻ പറയുന്നു, ഈ 3 ആളുകളിൽ എവിടെയെങ്കിലും നമ്മൾ പെടുന്നുണ്ടോ എന്ന് ആലോചിച്ചോട്ടോ. ഒന്നാമത് പറഞ്ഞത് അൽ മുഖ്സു ഫിൽ മസ്ജിദി ബഅദ സ്വലാത്ത്. നമസ്കാര ശേഷം പള്ളിയിൽ അല്പനേരം ഇരിക്കുന്ന ഒരു വ്യക്തി.
രണ്ടാമത്തെ ആള് വൽ മശിയു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്തി, പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് നടന്നു വരുന്ന വ്യക്തി. മൂന്നാമത്തേത് വഇസ്ബാഹുൽ വുദൂഇ ഫിൽ മഖാരിരി, പ്രയാസമുള്ള സമയത്ത് വുദൂഇനെ പരിപൂർണമായി എടുക്കുന്ന വ്യക്തി. ഈ മൂന്ന് ആളുകൾക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ ഫഅല ദാലിക, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണോ, ആശ ബിഖൈരിൻ വമാത ബിഖൈർ, അവന്റെ ജീവിതം ഖൈറിലാണ്. ആശ ബിഖൈർ, അവന്റെ ജീവിതം ഖൈറിലാണ്, വളരെ സമ്പുഷ്ടമാണ്, സമാധാനപരമാണ്. എന്നാലോ വമാത ബിഖൈർ, അവന്റെ മരണവും ഖൈറിലായി, അവന്റെ മരണവും ഖൈറിലായി. ആയി എന്ന് പറഞ്ഞത് മാത്ത എന്നുള്ള വാക്ക് പാസ്റ്റ് ടെൻസ് ആണ്, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോകുക, അത് കഴിഞ്ഞു പോയി, അവൻ മരിച്ചു പോയി എന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ, പള്ളിയിൽ നമസ്കാര ശേഷം ഒന്ന് കയറിയിരിക്കുക, 2 പള്ളിയിലേക്ക് നടന്നു വരിക, 3 പരിപൂർണമായി വുദൂഇനെ പൂർത്തിയാക്കുക. 3 ആളുകൾ ആശ ബിഖൈർ, അവന്റെ ജീവിതം ഖൈറിലാണ്, അവൻ സന്തോഷവാനാണ്, അവന്റെ മരണം ഖൈറിലായി എന്ന പ്രവാചകൻ പറഞ്ഞത്. അത്രമാത്രം അല്ലാഹു തആല ഉറപ്പ് നൽകിയ എന്ത് കാര്യമുള്ളത്? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ട് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായി എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ജക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നവർ ജക്കാത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം ഉറപ്പാക്കി, നിങ്ങൾ ഖൈറായി മരിച്ചു എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പള്ളിയിൽ നിന്നാൽ വുദൂ പൂർത്തിയാക്കിയാൽ പള്ളിയിലേക്ക് നടന്നു വന്നാൽ മാത ബിഖൈർ, നിങ്ങൾ മരിച്ചു, ഖൈറായിട്ട് മരിച്ചു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. എവിടെയാണ് പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ മോശമായിട്ടുള്ളത്? പ്രവാചകന്റെ പ്രഖ്യാപനങ്ങൾ എവിടെയാണ് പാളിപ്പോയിട്ടുള്ളത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന്റെ സമയത്ത്, പ്രവാചകൻ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പേ പ്രവാചകന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ പ്രവാചകൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് വിളിച്ചുകൊണ്ട്, മോളെ ഫാത്തിമ, നീ കരയണ്ട, തന്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് ആ രഹസ്യം മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറഞ്ഞില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷം മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നുണ്ട്, യാ ഫാത്തിമ, ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്താകുന്നതിന്റെ മുമ്പ് നീ വലിയ ദുഃഖിതയായിരുന്നല്ലോ, അന്നേരം പ്രവാചകൻ നിന്നെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞില്ലേ, എന്തോ ഒരു രഹസ്യം പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ഞങ്ങൾ കണ്ടല്ലോ, എന്തായിരുന്നു ആ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ബീവി ഫാത്തിമ പറഞ്ഞത്, എന്റെ പിതാവ്, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, മോളെ നീ കരയണ്ട, എന്റെ വഫാത്തിന് ശേഷം അധികം വൈകാതെ തന്നെ നീ എന്റെ അരികിലേക്ക് വരുമെന്നുള്ള ആ ഒരു രഹസ്യമാണ് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത് എന്ന് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്. ആ പ്രവാചകന്റെ മരണത്തിന് 6 മാസങ്ങൾക്കിപ്പുറം മഹദിയായ ഫാത്തിമ ബീവി വഫാത്തായി പോവുകയുണ്ടായത്. പ്രവാചകന്റെ പ്രഖ്യാപനം, ഈ പ്രഖ്യാപനങ്ങളൊന്നും മോശമായ രൂപത്തിലായി പോയിട്ടില്ല. അങ്ങനെ പ്രവാചകൻ പ്രഖ്യാപിച്ച ഒരു നന്മയാണ് പള്ളിയിലേക്ക് നടന്നു പോവുക, പള്ളിയിൽ അല്പനേരം താമസിക്കുക, വുദൂഇനെ പരിപൂർണമായിട്ട് എടുക്കുക. അവനക്ക് അല്ലാഹു നൽകുന്ന ഗുണം അവന്റെ ജീവിതം അല്ലാഹു ഖൈറിലാക്കുന്നതാണ്, അവന്റെ മരണം അല്ലാഹു ഖൈറിലാക്കി തരുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. ഒക്കെ നിങ്ങൾ മഹാരഥന്മാർ പറയുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യന് 3 വലിയ നന്മകളുണ്ട്. മുഅ്മിനായ മനുഷ്യന് 3 വലിയ നന്മകളുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ മസ്ജിദു, അവന്റെ ഭവനങ്ങളാണ്, അവന്റെ പള്ളികളാണ്. രണ്ടാമത്തേത് അല്ലാഹുവിനോടുള്ള ദിക്റാണ്, അവന്റെ വായിൽ നിന്ന് എപ്പോഴും വരേണ്ടത് അല്ലാഹുവിന്റെ ദിക്റുകളാണ്. മൂന്നാമത്തേത് ഖുർആൻ, അവന്റെ ഖുർആൻ പാരായണങ്ങളാണെന്ന് മഹാരഥന്മാരായ ആളുകൾ
അസ്റാറുകൾ നമ്മളോട് പറഞ്ഞു തരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ടാണ് നടന്നിരുന്നത്. ഒരു രാജ്യത്തിന്റെ ഗതിഗതികൾ തീരുമാനിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും സുഖമില്ലാതെ വന്നാൽ അത് തീരുമാനിക്കുന്നത്, അവർക്കുള്ള രോഗ നിർണയം നൽകുന്നത്, അവരെ പരിചരിക്കുന്നത് എല്ലാം പള്ളി മുഖേനയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ പൊതുവെ നമ്മൾ പറഞ്ഞ വർത്താനം എന്തെങ്കിലും പറയുമ്പോൾ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ പറയാറില്ലേ? എന്തായിരുന്നു പഴയകാലത്തൊക്കെ പള്ളിയിൽ അതിൽ നിന്ന് പരിഹാരമുണ്ടായിരുന്നു. ഒരു തർക്ക വിഷയങ്ങൾ നടന്നാൽ അത് പള്ളിയിൽ നിന്ന് പരിഹാരമുണ്ടായിരുന്നു. ഇന്നും പല കാര്യങ്ങൾക്കും മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ജീവിച്ചു പോകുന്നത്. അത് മുഅ്മിനായ മനുഷ്യന്റെ ഒരു ബാധ്യതയാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പള്ളി എന്നുള്ളത്, മസ്ജിദ് എന്നുള്ളത്. ആ മസ്ജിദിനെ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത് ബുയൂത്തില്ല, അല്ലാഹുവിന്റെ വീടുകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വീടിനെ ആദരിക്കലും ബഹുമാനിക്കലും അതിനെ പരിപാലിക്കലും മുഅ്മിനായ മനുഷ്യന്റെ കടമയാണ്, ബാധ്യതയാണ്. എന്നാൽ ഈ സാഹചര്യം ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പള്ളി പരിപാലനത്തിനും മസ്ജിദുകളുടെ പരിപാലനത്തിനും ഏറെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ്. ആലോചിച്ച് നോക്കിയേ, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫുമായി ബന്ധപ്പെട്ട പുതിയ നിയമം, പള്ളി പരിപാലനം നടത്തുന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഡിസംബർ 5-ാം തീയതി ഉമീദ് പോർട്ടൽ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് പുതിയ നിയമപ്രകാരം ഉമീദ് പോർട്ടലിൽ പള്ളികളുടെ എല്ലാ രേഖകളും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമാണ്. ഇന്ന് 5-ാം തീയതി ചെയ്ത പള്ളികൾ, നൂറുകണക്കിന് പള്ളികൾ ഇതുവരെ അത് കൺഫേം ആയിട്ടില്ല, അപ്ലോഡ് ആയിട്ടില്ല. പല പള്ളികളും ഇന്ന് വഖഫുമായി രജിസ്റ്റർ പോലും ചെയ്യാത്ത കുറെ പള്ളികൾ. എന്തുകൊണ്ട്? ഈ രാജ്യത്ത് ഇസ്ലാം മതം മാത്രമാണോ ഉള്ളൂ? ഇസ്ലാം മതം മാത്രമാണോ ആരാധനാലയങ്ങൾ നടത്തുന്നുള്ളൂ? ഇവിടെ എത്രയോ മതങ്ങളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്, ഇവക്കെല്ലാം സ്വത്ത് വിവരങ്ങളുണ്ട്. അതിനൊന്നും കൂച്ചുവിലങ്ങില്ല. ഇസ്ലാമിന്റെ മസ്ജിദുകൾക്ക് മാത്രം കൊണ്ടുവരുന്ന നിയമം ഈ രാജ്യത്ത് നിന്ന് മുസ്ലിം സമുദായത്തിനെതിരെ ഉയരുന്ന ഒരു വലിയ ശബ്ദമാണെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. നമുക്കതിന് സമയമില്ലല്ലോ. നമ്മൾ രാഷ്ട്രീയം കളിച്ചും സംഘടന കളിച്ചും നമ്മുടെ സമുദായത്തെ ഒറ്റയൊടുക്കുന്ന ഏറ്റവും വലിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മൾ. പതുക്കെ പതുക്കെ ഫാസിസ്റ്റ് വിരുദ്ധർ നമ്മുടെ മതത്തിലേക്ക് കയറി വന്നുകൊണ്ട് ഈ മതത്തിന്റെ ഓരോ ചിഹ്നങ്ങളെയും ശിആറുകളെയും നശിപ്പിച്ചുകൊണ്ട് അവസാനം എല്ലാം നശിപ്പിച്ച് നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ പോകേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല, ഡിസംബർ 6, നാളെ ഡിസംബർ 6 ആകാശത്തിലേക്ക് ഉയർന്നിരുന്ന ബാബരി മസ്ജിദ് തകർന്നിട്ട് 33 വർഷമാവുകയാണ്. ബാബരി മസ്ജിദിന് രേഖകളില്ലാത്തതുകൊണ്ടായിരുന്നോ? ഫൈസാബാദ് ജില്ലയിലെ സുന്നി ബോർഡിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്ത പള്ളിയായിരുന്നു ബാബരി മസ്ജിദ് എന്നുള്ളത്. 400 ചില്ലാനം വർഷം അല്ലാഹുവിന് സുജൂദ് ചെയ്ത പള്ളികൾ, ആ പള്ളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത് പൊളിച്ചു എന്നതിലുപരി അതിന്റെ കോടതി വിധി വന്നപ്പോഴാണ് നമ്മളൊക്കെ ആശ്ചര്യപ്പെട്ടു പോയത്. സുപ്രീം കോടതി അതിന്റെ വിധി പറഞ്ഞെന്താ? അങ്ങനെ ഒരു പള്ളി, ആ പള്ളിക്ക് മുമ്പ് മറ്റൊരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ അവശിഷ്ടമുള്ളത് അതും തെളിവില്ല. എന്നാലും ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് വിധിക്കുന്നു. സുപ്രീം കോടതി വിധി വന്നതാ. ചിന്തിക്കണം നിങ്ങള്. ഇത് കേവലം ഒരു ബാബരിയിലാണെങ്കിൽ ഈ ഉമീദ് പോർട്ടലിലൂടെ നാളെ നമ്മുടെ മസ്ജിദുകളും നമ്മുടെ വഖഫ് സ്വത്തുകളും പിടിച്ചടക്കി കഴിയുമ്പോൾ വരുന്ന തലമുറയ്ക്ക് സ്വസ്ഥമായി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു ഇടം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമയോടുകൂടെ ഒരുമയോടുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ മുഅ്മിനീങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലും വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഇത്രമാത്രം വളർന്നു പന്തലിച്ചത്. മഴ പെയ്ത എല്ലാവരും ഒന്ന് നനയും, പക്ഷെ ആ മഴയത്ത് എല്ലാവരും ഒലിച്ചു പോകുന്നവരാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ പാടില്ല. ഈമാനികമായ ആവേശം നമ്മുടെ മനസ്സുകളിലേക്ക് വേണം.
എന്നാൽ മാത്രമാണ് ഇതിനെല്ലാം പിടിച്ചുകെട്ടാനും തടയിടാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിച്ച് ഈമാനോടുകൂടെ ഇവിടുന്ന് മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.